വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വണ്ടി ഇടിച്ച് തെറിച്ച് വീഴുമ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ ദൂരേക്ക് അങ്ങ് തെറിച്ച് പോകുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ചേർന്ന് ശാലിനിയെ അങ്ങ് ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറിനും കാര്യമായ പരിക്ക് പറ്റുന്നുണ്ട്. തുടർന്നുള്ള സീനിൽ കാണിക്കുന്നത് മുറ്റത്ത് നിന്ന് പത്രം വായിക്കുകയാണ് രാജുവിൻ്റെ വീട്ടിൽ വിജയലക്ഷ്മി. അന്നേരം ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് അമ്മാവൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിജയ നീ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എൻ്റെ കാൽമുട്ട് കൂട്ടിയിടിക്കുന്ന ശബ്ദമാണ്, പോലീസിനെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ അതിന് നമ്മളെന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്, ശാരദാമ്മയെ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ശാരികയുടെ പേര് പറയും, അപ്പോൾ പിന്നെ പോലീസ് ഇവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്തത്, അതിനിവിടെ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും, അതെൻ്റെ ജാതകത്തിലുള്ളതാണ്, രാജഭടന്മാരെ പേടിയാണെന്ന് എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ആകെ വിറച്ചങ്ങ് അമ്മാവൻ പറയുകയാണ്. അന്നേരം എങ്കിലേ ആ രാജഭടന്മാരെ പേടിയുള്ള ആളിനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് എൻ്റെ ജാതകത്തിലുമുണ്ട്, മര്യാദയ്ക്ക് അവിടെ അടങ്ങി നിന്നോളണം എന്ന് പറഞ്ഞ് അമ്മാവനെ ചട്ടം കെട്ടുകയാണ് വിജയലക്ഷ്മി. ഈ സമയത്താണ് ശാരിക ചായയുമായിട്ട് വരുന്നത്. തുടർന്ന് അമ്മാവ ചായ എന്നും പറഞ്ഞ് നീട്ടുമ്പോൾ കയ്യങ്ങ് വിറയ്ക്കുകയാണ് കൃഷ്ണൻകുട്ടിക്ക്. ചായക്കപ്പ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ടും അങ്ങ് ധൈര്യം കൈവിടാതെ പറയുന്നുണ്ട്, നീ ചായ അങ്ങ് ടീപ്പോയിലേക്ക് വെച്ചേരാം, ഞാൻ എടുത്തോളാന്ന്. തുടർന്ന് വിജയലക്ഷ്മിക്ക് നേരെ നീട്ടുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക അതങ്ങ് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ നിന്റെ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം പേപ്പറിലുണ്ട്, ഞാൻ വായിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ആകെ സന്തോഷത്തോടെ അങ്ങ് തല ഉലുക്കുകയാണ് ശാരിക. അന്നേരം വിജയലക്ഷ്മി വായിക്കുകയാണ്, സ്കൂളിൽ ഭക്ഷ്യവിഷബാധ 50ഓളം കുട്ടികൾക്ക് വിഷബാധ ഏറ്റിട്ടുണ്ട്, ആശുപത്രിയിലാണ്. അതിൽ പിന്നെ താഴെ ഒരു വരി കൂടിയുണ്ട്, പാചകക്കാരി അറസ്റ്റിൽ, അവരുടെ ഫോട്ടോ ഇല്ല പക്ഷെ പേരുണ്ട്, ശാരദാമ്മ എന്ന് ഉറക്കനെ വായിക്കുമ്പോൾ ആകെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ശാരിക. തുടർന്ന് ആ ചായ കൊണ്ടുവന്ന ട്രേ അവിടെ പടിയിലേക്ക് വച്ചിട്ട് പേപ്പർ വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നും വാങ്ങി വായിച്ചങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം വിശദമായിട്ട് വായിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് എന്ന് വിജയലക്ഷ്മി ഒരു കൂസലുമില്ലാതെ നിന്നങ്ങ് പറയുകയാണ്. ഇതിനൊക്കെയുള്ള പിടിപ്പില്ലെങ്കിൽ എന്തിനാണ് ഈ ഭാരിച്ച കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്, ഒരു കുടുംബശ്രീ എന്നും പറഞ്ഞങ്ങ് വിജയലക്ഷ്മി ശാരികയെ പുച്ഛിക്കുകയാണ്. അന്നേരം കരഞ്ഞ് പത്രവുമായിട്ട് ശാരിക നിൽക്കുമ്പോഴാണ് ശാരദാമ്മ അവിടേക്ക് ഓട്ടോയിൽ വരുന്നത്. അന്നേരം ശാരദാമ്മ മാത്രം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അമ്മാവനൊന്ന് ആശ്വസിക്കുകയാണ്, ഹോ സമാധാനമായി, പോലീസ് ഇല്ല എന്ന്. അന്നേരം ശാരികയുടെ കയ്യിൽ നിന്നും പത്രം അറിയാതെ അങ്ങ് താഴേക്ക് വീഴുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മിയെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. ഇതേസമയം ഹോസ്പിറ്റലിൽ ശാലിനിക്ക് ആക്സിഡന്റ് ഉണ്ടായതൊന്നും അറിയാതെ ഇരിക്കുകയാണ് വിഷ്ണുവും പ്രീതിയും. തുടർന്ന് സിസ്റ്റർ വന്ന് പ്രീതിയെ വിളിക്കുകയാണ് അകത്തേക്ക്. അന്നേരം ശാലിനി വന്നില്ലല്ലോ വിഷ്ണു ഏട്ടാന്ന് പറയുമ്പോൾ അവൾ വന്നോളും, വരുമ്പോൾ ഞാൻ അകത്തേക്ക് പറഞ്ഞു വിടാം, നീ ചെക്കപ്പ് നടക്കട്ടെ എന്നും പറഞ്ഞ് പ്രീതി അകത്തേക്ക് വിഷ്ണു പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അവിടെ ഇരിക്കുന്ന കസേരയിൽ ശാലിനിയും പ്രതീക്ഷിച്ച് വിഷ്ണു ഇരിക്കുകയാണ്. ഇതേസമയം ശാരദാമ്മ വന്ന് ശാരികയെ വഴക്ക് പറയുകയാണ്, ഞാൻ പറഞ്ഞു തന്ന ബാലപാഠങ്ങൾ വെച്ചല്ലേ നീ കറികളൊക്കെ ഉണ്ടാക്കിയത്, ഇന്ന് വരെ ശാരദ ആരെയും കൂട്ടുപിടിച്ചിട്ടില്ല ഒന്നിനും, പക്ഷെ ഇതിപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തെന്നാണ് എന്ന മട്ടിൽ ശാരിക നിൽക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു തന്ന കൂട്ടിൽ ആ അവിയലിലാണ് വിഷം കലർന്നിരുന്നത്, ആ കൂട്ടിൽ എവിടെയടി വിഷം ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷമോ, എന്ത് വിഷം ഞാൻ കലർത്തിയെന്ന് ശാരിക ചോദിക്കുമ്പോൾ എലിവിഷം, ആ അവിയലിൽ എലിവിഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അതാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന് പറഞ്ഞ് ശാരദാമ്മ വഴക്ക് പറയുകയാണ്. അന്നേരം അമ്മാവൻ ആശ്വസിക്കുകയാണ്, ഹോ ഭാഗ്യം, ഞാൻ എടുത്തു വെച്ച പപ്പടത്തിൽ എന്തായാലും വിഷമില്ലായിരുന്നല്ലോ എന്ന്. തുടർന്ന് ശാരിക ചോദിക്കുന്നുണ്ട്, അതിൽ വിഷം കലർത്തിയിട്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, ഞാൻ വിഷം കലർത്തിയെന്നാണോ അമ്മ പറയുന്നതെന്ന്. അന്നേരം നീ വിഷം കലർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നിനക്കാണ്. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അയാളുടെ കയ്യിലെത്തുന്നവരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും നമുക്കാണ്, അന്നം പ്രാണവായുവാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് വിതുമ്പി കരയുകയാണ്. തുടർന്ന് ഒന്നും അറിയാതെ ശാരി ഇങ്ങനെ നിൽക്കുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അവളെ മാത്രം കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഇവിടെ നിന്നും ഭക്ഷണം കൊടുത്തയച്ചത് നിങ്ങളുടെ ജോലിക്കാരിയുടെ കയ്യിലല്ലേ, അവൾ വിഷം ചേർത്തെങ്കിലോ, അതും ഒരു സാധ്യതയില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. അന്നേരം ശാന്ത വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ്, അവളുടെ സ്വഭാവം എനിക്കറിയാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെയാണോ വിശ്വാസമില്ലാത്തത്, വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ അനാവശ്യമൊന്നും പറയാൻ പറ്റില്ല എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ വിജയമ്മ വേണ്ടാന്നും പറഞ്ഞിട്ട് ശാരിക കൈ പിടിക്കുകയാണ്. അന്നേരം ഒന്നും മിണ്ടാതിരിക്കടി, ഞാൻ നിന്നെ വഴക്ക് പറയുമായിരിക്കും, പക്ഷെ അത് നീ നേർവഴിക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ എൻ്റെ ഇതിപ്പോൾ നീ എൻ്റെ രാജീവ് കെട്ടിയ പെണ്ണാണ്, അപ്പോൾ ഇവിടെ വന്ന് നിന്നെ വഴക്ക് പറയാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല, അതിപ്പോൾ സ്വന്തം
അമ്മയാണെങ്കിൽ പോലും ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞങ്ങ് നന്നായിട്ട് തകർത്ത് അഭിനയിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ഇനിയും നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ മകളോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ശാരികയുടെ അടുത്തേക്ക് ശാരദാമ്മ ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഈ വീട് ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ, ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഇനി നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചൂലെടുക്കും എന്ന് പറയുകയാണ്. അന്നേരം ചൂലൊന്നും എടുക്കണ്ട, ഞാൻ പൊയ്ക്കോളാം വിജയലക്ഷ്മി. പിന്നെ പോലീസുകാരെന്നോട് മാറി മാറി ചോദിച്ചതാണ് അവിയൽ ആരാണ് ഉണ്ടാക്കിയതെന്ന്. പക്ഷെ എത്ര ചോദിച്ചിട്ടും ഞാൻ ശാരികയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇവളിപ്പോൾ ഒരു കോളേജ് ലെക്ചറുടെ ഭാര്യയല്ലേ, അപ്പോൾ മകളെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിൽ പോലീസുകാർ വന്ന് കയറി നിരങ്ങുന്നത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അങ്ങനെ അവർ വന്നിരുന്നെങ്കിൽ വിഷം എങ്ങനെയാണ് വന്ന വഴിയും അവർ കണ്ടുപിടിച്ചേനെ എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ നോക്കിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ശാരീരിക കുറ്റമൊന്നും ചെയ്തിട്ടില്ല, വിജയലക്ഷ്മിയാണ് അത് ചെയ്തതെന്ന്. പിന്നെ അത് വേണ്ടാന്ന് ഞാൻ വെച്ചിട്ടാണ് എന്ന് ശാരദാമ്മ പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ മേളിൽ കുറ്റം ചാരുകയാണോ എന്നും പറഞ്ഞ് അങ്ങ് ചാടിക്കടിക്കാൻ ചെല്ലുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് എലിവിഷം പിന്നെ താനെ വന്ന് അവിയലിലേക്ക് വീഴുമോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ആ എലിവിഷം ഇവിടെ ഞങ്ങളൊന്നും വാങ്ങിക്കാറൊന്നുമില്ല, അത് കൈകൊണ്ട് തൊടുന്നത് പോലും എനിക്കിഷ്ടമില്ല, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പൂച്ചയെ വളർത്തുന്നത് അല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. അന്നേരം ആകെ അങ്ങ് പിന്നെ ഒരു പേടിയോടെ നിൽക്കുന്ന കൃഷ്ണൻകുട്ടി അമ്മാവൻ അതെ പൂച്ച പൂച്ച എന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ആരും ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കണ്ട, എല്ലാം ശാരദ തന്നെ ഏറ്റോളാം. എന്നിട്ട് ശാരിയെ നോക്കി തൊഴുതു പറയുകയാണ് നന്ദിയുണ്ട് മോളെ ഗുരുദക്ഷിണയ്ക്ക് എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് ശാരദാമ്മ. ഇതേസമയം അകത്തെ ഹോസ്പിറ്റൽ മുറിയിൽ ചെക്കപ്പിനായിട്ട് പ്രീതി ഇരുത്തിയിരിക്കുകയാണ് ഡോക്ടർ. തുടർന്ന് ശാലിനി വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഏതോ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, കാണാൻ പോയിരിക്കുകയാണ്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തിനാ ഇങ്ങനെ ഒരു ചെക്കപ്പ് എന്ന് പ്രീതി തിരക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ മനസ്സിൽ കരുതുകയാണ് ഈ കുട്ടിയോട് ഇപ്പോൾ ഇത് എങ്ങനെ തുറന്നു പറയും, ഇനിയിപ്പോൾ പ്രതീക്ഷ മുഴുവൻ ആളെ കത്തിച്ചിട്ട് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ ആ കുട്ടിയോട് ചെയ്യുന്ന ദ്രോഹമാവില്ലേ, തൽക്കാലം പറയണ്ട എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. തുടർന്ന് പ്രീതി പറയുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ, തുറന്നു പറയാം, അബോർഷന് ശേഷവും എനിക്ക് അതേ ഗർഭാവസ്ഥയിലുള്ള അതേ ക്ഷീണവും മനം പുരട്ടലും ഒക്കെ തന്നെയാണ്, എപ്പോഴും കിടക്കണം എന്നുള്ള ചിന്തയാണ് എന്നൊക്കെ പ്രീതി പറയുമ്പോൾ പെട്ടെന്നുള്ള അബോർഷനിൽ അങ്ങനെ തന്നെയാണ്, പ്രസവം പോലെ തന്നെ പരിരക്ഷയും ഒക്കെ വേണ്ടതാണ്, പ്രീതിക്ക് അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, നല്ല രക്തക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടോണിക്കും വിറ്റാമിൻ ടാബ്ലറ്റും ഒക്കെ കൊടുത്തയച്ചത് എന്ന് പറഞ്ഞ് ഡോക്ടർ സംസാരിക്കുകയാണ് പ്രീതിയോട്. ഇതേസമയം വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന വിഷ്ണുവിനെ കമലൻ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ആശാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, പ്രീതിക്കൊരു ചെക്കപ്പ് അങ്ങനെ വന്നതാണ് എന്ന് പറയുകയാണ്. അന്നേരം അയ്യോ അതെന്താന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലടാ, ഒരു നോർമൽ ചെക്കപ്പാണ്, ശാലിനിയും ഉണ്ട് കൂടെ എന്നും പറഞ്ഞ് കമലനും വിഷ്ണുവും കൂടി അങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന ഈ സമയത്താണ് ശാലിനിയെ ആക്സിഡൻ്റായ ശാലിനിയെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് അതുവഴി ഇങ്ങനെ അറ്റൻഡർമാർ തള്ളിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഫോണിൽ സംസാരിക്കുന്ന കാരണം വിഷ്ണു ശാലിനിയെ കാണുന്നു. വിഷ്ണുവിന്റെ മുമ്പിലൂടെ തന്നെ ശാലിനിയെ അവരങ്ങ് തള്ളിക്കൊണ്ട് അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം പ്രീതിക്ക് ഒരു സ്കാനിങ് നടത്തണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അതെന്തിനാണെന്ന് പ്രീതി തിരക്കുന്നുണ്ട്. അന്നേരം ആ അബോർഷൻ സംഭവിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഗർഭാശയത്തിന് എന്തെങ്കിലും സംഭവിച്ചോ, ഇനി ഒരു അമ്മയാവാനായിട്ട് കഴിയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതൊന്ന് ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ വേണമെന്ന് പ്രീതി തിരക്കുകയാണ്. വേണം, ശാലിനിയുടെ നിർബന്ധമാണ് എന്ന് ഡോക്ടർ പ്രീതിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഇതേസമയം ശാലിനിയെ വിശദമായിട്ട് ഡോക്ടർ പരിശോധിക്കുകയും രക്തമൊക്കെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ശാലിനിയുടെ കൈ പിടിച്ച് പരിശോധിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതായിട്ട് ശാലിനി കണ്ണ് തുറക്കുന്നില്ല, പക്ഷേ എന്തോ കടിച്ചു പിടിക്കുന്നതായിട്ട് മുഖമൊക്കെ ചുളിച്ച് കാണിക്കുന്നുണ്ട്. അന്നേരം കൈ ഒടിഞ്ഞിട്ടുണ്ടാകാം. തുടർന്ന് പ്രീതിയെ ഡോക്ടർ ഹെലൻ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഒന്ന് പറയുന്നുണ്ട് ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ടെന്ന്. അന്നേരം ഡോക്ടർ രാംദാസില്ലേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ സിസ്റ്ററിനെ ഡോക്ടറിന് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയവും വിഷ്ണു പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ശാലിനി ഇതെവിടെ പോയി കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് വിഷ്ണു. ഇതേസമയം വിഷ്ണു നിൽക്കുന്നിടത്തേക്ക് വന്ന് രണ്ട് സിസ്റ്റർമാർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ആക്സിഡൻ്റായി വന്ന കുട്ടിക്ക് O-പോസിറ്റീവ് ബ്ലഡ് വേണം, നമ്മുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല, പിന്നെ അറിയാവുന്ന ഡോണേഴ്സ് ആണെങ്കിൽ അങ്ങ് ദൂരെയാണ്, ഇപ്പോൾ ഇത് എന്താ ചെയ്യുക, ആകെ കുഴഞ്ഞ കേസാണല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം ഇവരുടെ സംസാരമൊക്കെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അവരോട് ചോദിക്കുകയാണ് സിസ്റ്ററെ എൻ്റേത് O-പോസിറ്റീവ് ആണ്, എൻ്റേത് മതിയാകുമോ എന്ന്, എങ്കിൽ അത് മതിയാകും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ എന്നും പറഞ്ഞ് സിസ്റ്റർ അങ്ങ് ഓടിപ്പോവുകയാണ്.
തുടർന്ന് അതേസമയം ശാലിനി വന്നില്ലല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്കും പ്രീതി അകത്തേക്ക് കയറിപ്പോയ വാതിലിലേക്ക് നോക്കിയിട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആ സിസ്റ്റർമാരുടെ കൂടെ അങ്ങ് പോവുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനിക്കാണ് തൻ്റെ രക്തം കൊടുക്കുന്നത് എന്നറിയാതെ വിഷ്ണു വന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് കിടക്കുകയാണ്. അന്നേരം ഡോക്ടർ വന്ന് ചോദിക്കുന്നുണ്ട്, പോസിറ്റീവ് തന്നെയല്ലേ, ഇവിടെ ബ്ലഡ് ബാങ്കിൽ രക്തമില്ല, പിന്നെ ഡൊണേഴ്സും കുറവാണ്, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തിരക്കുകയാണ്. അന്നേരം ഉണ്ട്, ഞാനിവിടെ സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുക്കുന്നത് തന്നെയാണ്, കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തതാണ് എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ രക്തം ശാലിനിക്കായിട്ട് എടുക്കുകയാണ്. അന്നേരം ഒരു കർട്ടൻ്റെ അപ്പുറത്ത് ശാലിനി ഉണ്ട്, പക്ഷേ അത് ആളിൻ്റെ രൂപം വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല, ഒരു നിഴൽ പോലെ കാണാൻ പറ്റുന്നുള്ളൂ. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, പ്രായമുള്ള പെൺകുട്ടിയാണോ എന്നൊക്കെ. അന്നേരം ഇല്ല, ഒരു 20-22 വയസ്സേ വരികയുള്ളൂ എന്ന് വിഷ്ണുവിനോട് ഡോക്ടർ പറയുകയാണ്. അന്നേരം ഡോക്ടർ ചെയ്യുമെന്നറിയാം, എങ്കിലും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ച പെൺകുട്ടിയായിരിക്കും, ആ കുട്ടിയെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടാകും, ഒരു ഭർത്താവും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞങ്ങ് വിഷ്ണു ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. എന്നിട്ട് ആ കർട്ടൻ അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയാണ് എന്ന് അത് വിഷ്ണുവിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇതേസമയം ശാലിനിയുടെ തലയിൽ സ്റ്റിച്ചൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. തുടർന്ന് കൈ ബാൻഡേജും ചുറ്റിയിട്ടുണ്ട്. കൈ ഒടിഞ്ഞു, ഒരു കൈക്ക് ഒടിവും സംഭവിച്ചു, തലയിൽ മുറിവുമുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ രക്തം ശാലിനിക്കായിട്ട് നൽകുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.